കോൺഗ്രസിന്റെ വിപ്പ് പലപ്പോഴും ഹാജരാവാൻ പറയും, ആ ഹാജരാവാൻ പറയുന്നവരൊക്കെ ജയിച്ചു വരും. അതൊക്കെ നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്. അപ്പോ സാധനം എന്താണ് ഈ ഘട്ടത്തിൽ ഇത്ര വലിയ ഒരു ആവേശക്കടലാണ് ഇത്? കേരളത്തിലെ ജനങ്ങൾ UDFനെ ഏറ്റെടുത്തതിന്റെ വേറൊരു റിസൾട്ടാണ്. നമുക്കറിയാം, ഒരു ഭരണം വരാൻ പോണ്, നല്ലൊരു ഭരണം വരാൻ പോണ്. കേരളത്തിലെ വികസനവും കരുതലും ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭരണം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷയാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ് കാണുന്നത്. ഇത് UDFകാർ മാത്രമല്ല, എല്ലാ പൊതുസമൂഹമൊക്കെ വന്നേക്കാണ്. കാരണം അത്രമാത്രം പ്രതീക്ഷയാണ്. ഈ ആവേശവും പിന്തുണയും ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ 102 MLA-മാരുടെ ഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ ഓരോ MLA-മാരുടെ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ ജനങ്ങളെ കാണുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലാകുകയാണ്. അപ്പൊ ഇപ്പൊ ഭരണത്തിലേക്ക് വരുന്ന മുഖ്യമന്ത്രിയായാലും മന്ത്രിമാർക്കും അവർക്കത് കൂടുതൽ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാകും. അതിലൂടെ അവർ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഗവൺമെന്റ് നല്ല ഒരു ഭരണം കാഴ്ചവെക്കും. എന്തൊക്കെ ഈ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തതല്ല യാഥാർത്ഥ്യം. മന്ത്രിസഭയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ ആദ്യമുള്ള ഒരു ചർച്ചകൾ നടക്കുമ്പോൾ മാനസികാവസ്ഥ അത് സ്വാഭാവിക ചർച്ച ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലൊക്കെ ഏറ്റവും പാർട്ടി തോന്നിയോ? ഒരു വിഷമമില്ല. കാരണം എന്റെ പ്രസ്ഥാനം എനിക്ക് 4 തവണ മത്സരിക്കാൻ അവസരം തന്നു. എത്ര ആളുകൾ മാറിയിരിക്കുന്നു. അപ്പൊ 4 തവണ മത്സരിക്കാൻ 4 തവണ മത്സരം ജയിച്ചു. പ്രസ്ഥാനം ഏൽപ്പിച്ച ആ ദൗത്യം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്നും പ്രസ്ഥാനം എടുക്കുന്ന എല്ലാ തീരുമാനവും ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്.